വാർത്തകൾ വിശദമായി. എന്തിന്റെ പേരിലായാലും മാതാ അമൃതാനന്ദമയി ശബരിമല കർമ്മസമിതി യോഗത്തിന്റെ വേദി പങ്കിടാൻ പാടില്ലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ പ്രതിവാര സംവാദ പരിപാടിയായ നാം മുന്നോട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതിൽ തെറ്റില്ല എന്ന നിലപാടാണ് അമൃതാനന്ദമയി അടുത്ത കാലം വരെ എടുത്തിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി റിനു ശ്രീധർ ചേരുന്നു. റിനു, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ്? അയ്യപ്പ കർമ്മസമിതി നടത്തിയ ഒരു പരിപാടിയുടെ വേദിയിൽ മാതാ അമൃതാനന്ദമയ്യെ പോലുള്ള ഒരാൾ ആ വേദി പങ്കിട്ടത് ശരിയായില്ല എന്നുള്ള ഒരു അഭിപ്രായമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് അവതാരകനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതിവാര സംവാദ പരിപാടിയായിട്ടുള്ള നാം മുന്നോട്ടിലായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത്. മാതാ അമൃതാനന്ദമയ്ക്ക് സംസ്ഥാനത്തും അതുപോലെ തന്നെ സംസ്ഥാനത്തിന് പുറത്തും രാജ്യമെമ്പാടും തന്നെ ഒരുപാട് ഭക്തരുണ്ട്. അവർക്കെല്ലാം തന്നെ ഇത് വലിയ രീതിയിൽ വിഷമമുണ്ടാക്കി എന്നുള്ളൊരു കാര്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഒപ്പം ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് അനുകൂല നിലപാടായിരുന്നു ആദ്യം മാതാ അമൃതാനന്ദമയി സ്വീകരിച്ചിരുന്നത്. പക്ഷേ അത്തരം ഒരു ഘട്ടത്തിൽ നിന്ന് മാറിയാണ് ഈ ഒരു വേദി പങ്കിടൽ അവർ നടത്തിയത് എന്നുള്ള ഒരു അഭിപ്രായവും അദ്ദേഹം പറഞ്ഞു. നിരവധി ഭക്തർക്കാണ് ഇത് വിഷമമുണ്ടാക്കിയത്. നേരത്തെയും സംഘപരിവാർ സംഘടനകളൊക്കെ തന്നെ ഇവരെ തെറ്റായ പാതയിലേക്ക് നയിക്കുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു. അവിടെ നിന്നെല്ലാം വ്യതിചലിച്ചുകൊണ്ട് തെന്നിമാറിക്കൊണ്ട് ശരിയായ പാതയിലൂടെ സഞ്ചരിച്ച മാതാ അമൃതാനന്ദമയി ഇത്തരം ഒരു ഇടപെടൽ നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. അമൃതാനന്ദമയ്യെ ആരാധിക്കുന്ന വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ കേരളത്തിലും പുറത്തുമുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അവർ പോലും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. അവരെ തെറ്റായ വഴിയിലേക്ക് തള്ളിവിടാൻ സാധിക്കുമോ എന്ന് നോക്കുന്ന ഒരു സംഘം തുടക്കം മുതലേ അവരെ ചുറ്റിപ്പറ്റി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം, സംഘപരിവാറിന്റെ ഭാഗമായിട്ടുള്ളവര്. പക്ഷെ അതിലൊന്നും കുടുങ്ങാതെ നിൽക്കാനുള്ള ആർജവം നേരത്തെ അവര് നല്ലതുപോലെ കാണിച്ചിരുന്നു. പക്ഷെ ഈ സംഭവം ആ നേരത്തെ ഉള്ള സമീപനത്തിന് മങ്ങലേൽപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് എന്തിൻ്റെ പേരിലായാലും, അത്രയേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ, എന്തിൻ്റെ പേരിലായാലും ആ വേദി പങ്കിടാൻ പാടില്ലായിരുന്നു അവർ. സംവാദ പരിപാടിയിൽ അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, ലക്ഷ്മി രാജീവ്, അഡ്വക്കേറ്റ് K ശാന്തകുമാരി, ബീന പോൾ, CK ജാനു, മേതിൽ ദേവിക, CK ആശ, MLA അഡ്വക്കേറ്റ് അജയകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു എന്നുള്ളതാണ്. കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് ആയിരുന്നു അവതാരകൻ. വനിതാ മതിലിന് ശേഷം കേരളം എന്ന വിഷയത്തിലുള്ള നാം മുന്നോട്ടിന്റെ ആദ്യ ഭാഗം 27-ാം തീയതിയാണ് സംപ്രേഷണം ചെയ്യുന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനത റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ ബഹിഷ്കരിച്ചു. മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ റിപ്പബ്ലിക് ദിന പ്രസംഗം നടത്തിയത് കാലിയായ സദസ്സിന് മുൻപിൽ. മോദി സർക്കാരിന്റെ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് പൊതുജനങ്ങൾ റിപ്പബ്ലിക് ദിന പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത്. ഹരീഷ് ശരികയാണ് വിവരങ്ങളുമായി. ഹരീഷ്, വിശദാംശങ്ങൾ. രാജ്യം 70-ാം റിപ്പബ്ലിക് ദിനാഘോഷം വളരെ വലിയ രീതിയിൽ തന്നെ ആഘോഷിച്ചിരിക്കുകയാണ്. നിലവിൽ തന്നെ വലിയ സന്തോഷങ്ങൾ തന്നെ മലയാളികൾക്ക് ഇപ്രാവശ്യം റിപ്പബ്ലിക് ദിനാഘോഷം നൽകുന്നത് ഏറ്റവും ശ്രദ്ധേയപരമായ കാര്യം. കാരണം ഇന്ത്യയിൽ തന്നെ 3 മേഖലകളിൽ തന്നെയുള്ള മലയാളികളായിരുന്നു ഇന്നത്തെ പരേഡ് നയിച്ചതെന്നാണ് ഏറ്റവും ശ്രദ്ധേയപരമായ കാര്യം തന്നെയാണ്. കാരണം വ്യോമസേന വിഭാഗത്തിന് തന്നെ പരേഡ് നയിച്ചത് ഇന്ത്യയിൽ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ വേണ്ടി നയിച്ചത് മലയാളിയായിരിക്കുന്ന രാഖി രാമചന്ദ്രൻ എന്ന വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ നാവികസേനയെ മുന്നോട്ട് നയിച്ചത് അംബിക സുധാകർ എന്ന വ്യക്തി, അതോടൊപ്പം തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെ മുന്നോട്ട് നയിച്ച ജിതിൻ P രാജ് എന്ന വ്യക്തിയാണ്. അതെല്ലാം തന്നെ മലയാളികളാണ്. അത് ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതിലൊരു വലിയ സങ്കടം നൽകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളും ഒരു തരത്തിൽ നിന്ന് മുന്നോട്ട് നിന്നുകൊണ്ട് തന്നെ, അതായത് ഈ പറഞ്ഞ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാത്ത സാഹചര്യമുണ്ടായി. കാരണം റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ തന്നെ വേദിയിൽ അല്ലെങ്കിൽ പല സ്റ്റേഡിയങ്ങളിലും അരങ്ങേറുന്ന സമയത്ത് തന്നെ പുറത്ത് ഒരു സമരം സംഘടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെ തന്നെ വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. കാരണം അതെല്ലാം തന്നെ ഉണ്ടാക്കിയത് മോദി സർക്കാരിന്റെ പല നയങ്ങൾ തന്നെയാണ്. ഏറ്റവും കൂടുതൽ തന്നെ അവിടെ എടുത്തു പറയുന്ന പൗരത്വ ഭേദഗതി ബില്ലാണ് ചൂണ്ടിക്കാണിച്ചത്. പൗരത്വ ഭേദഗതി ബിൽ തന്നെ പല സംസ്ഥാനം, അതായത് തന്നെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മോദി സർക്കാർ പോകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു പല സ്ഥലങ്ങളിൽ തന്നെ പ്രതിഷേധ സമരങ്ങൾ നടന്നത്. കേരളത്തിൽ നിന്ന് പോയി നേതാവായിരിക്കുന്ന കുമ്മനം രാജശേഖരൻ ഇപ്പോൾ മിസോറാം ഗവർണറാണ്. അദ്ദേഹം പറഞ്ഞ മിസോറാം ഗവർണറായിരിക്കുന്ന കുമ്മനം രാജശേഖരൻ വേദിയിൽ മിസോറാമിൽ തന്നെ അദ്ദേഹം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ പ്രസംഗം നടത്തുമ്പോൾ വേദി പലതരം കാലിയായിരുന്നു, അല്ലെങ്കിൽ വേദിയിൽ തന്നെ ആരും ഇല്ലായിരുന്നു നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥർ, അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥരെ ഒഴിച്ച് ബാക്കിയുള്ള ഒരു മിസോറാം ഗവർണർ പ്രസംഗിക്കും അല്ലെങ്കിൽ ഏത് ഗവർണർ പ്രസംഗിക്കുമ്പോഴും ആ സംസ്ഥാനത്തിന്റെ ഭാഗം കേൾക്കാൻ പോലും ആരും തന്നെ വേദിയിൽ പങ്കെടുത്തില്ല. പകരം വേദിക്ക് പുറത്ത് പലതരത്തിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഒരു സമരം സംഘടിപ്പിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലോട് കൂടി തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്, അതുപോലെ കേന്ദ്ര നമ്മുടെ പ്രധാനമന്ത്രി
നരേന്ദ്രമോദി എന്നിവരുടെ കോലം കത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. മണിപ്പൂർ, നാഗാലാൻഡ്, അതുപോലെ മിസോറാം എന്നീ 3 സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായത്. പക്ഷേ എന്തായാലും തന്നെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പറ്റിയ നിമിഷം തന്നെയാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷം. നിലവിൽ തന്നെ 22 ട്രാവലുകളായിരുന്നു ഇപ്രാവശ്യം ഡൽഹിയിലെ ജനപദത്തിൽ നിന്നിരുന്നത്. നിലവിൽ തന്നെ ഇന്ത്യ ഗേറ്റിൽ നിന്ന് ആരംഭിച്ചത് 4-4.5 കിലോമീറ്റർ സഞ്ചരിച്ച് തന്നെ വലിയ രീതിയിൽ 1.5 മണിക്കൂർ നീണ്ട ഒരു ആഘോഷം നടക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആകാശ് എന്ന മിസൈൽ വിമാനം ഇന്ത്യ ഒരു പ്രകടനം നടത്തിയിരിക്കുന്നു. ഇതൊരു ശ്രദ്ധേയപരമായ കാര്യം. പക്ഷേ പല രീതിയിൽ തന്നെ ഇന്ത്യ 70ാം റിപ്പബ്ലിക് ദിനാഘോഷം വലിയ രീതിയിൽ സന്തോഷിച്ചു എന്ന്, അല്ലെങ്കിൽ ആഹ്ലാദിച്ചു, അല്ലെങ്കിൽ നടപ്പിലാക്കി എന്ന് പറയുമ്പോഴും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള രോക്ഷാഗ്നി കത്തുകയാണ്. കാരണം വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ ഈ പൗരത്വ ഭേദഗതി ബിൽ നടപ്പിലാക്കുന്നതോടുകൂടി തന്നെ വളരെ രീതിയിൽ തന്നെ മുസ്ലിം എന്ന ന്യൂനപക്ഷമടക്കമുള്ള പലരുടെയും അവർക്ക് ഇന്ത്യയിൽ നിന്ന് പൗരത്വം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവുന്നു. അങ്ങനെയുള്ള പല വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തമായ തന്നെയുള്ള സമരങ്ങൾ ഇപ്പോഴും അണിനിരക്കുകയാണ്. അതിൽ തന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഈ പറഞ്ഞ മണിപ്പൂരും, നാഗാലാൻഡും, മിസോറാം അടക്കമുള്ള പല സംസ്ഥാനങ്ങളും വിദ്യാർത്ഥി സംഘടനകളും NGO സംഘടന നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അവർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച മുദ്രാവാക്യം എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നത് ഹലോ ചൈന, ബൈ ബൈ ഇന്ത്യ എന്ന മുദ്ര. കാരണം ഇന്ത്യ എന്ന സംസ്ഥാനം അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്ത് ജീവിക്കുന്ന സാഹചര്യത്തിൽ അവർ ഇപ്പോഴും ഇങ്ങനൊരു മുദ്രാവാക്യം വിളിക്കുന്നത് കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ മറ്റു നമ്മൾക്കടക്കമുള്ള എല്ലാവർക്കും വളരെ മോശമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ എന്തായാലും റിപ്പബ്ലിക് ദിനാഘോഷം വലിയ രീതിയിൽ തന്നെ ഇന്ത്യയിൽ നടന്നിരിക്കുന്നു. പക്ഷേ എന്തായാലും പല സംസ്ഥാനങ്ങളും വളരെ വലിയ രീതിയിൽ തന്നെയുള്ള പ്രതിഷേധാഗ്നികൾ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പുകഴ്ത്തി ഗവർണർ ജസ്റ്റിസ് പി സദാശിവം. പിണറായി വിജയന് കീഴിൽ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാണെന്ന് ഗവർണർ പറഞ്ഞു. തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന സന്ദേശത്തിലാണ് ഗവർണർ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പുകഴ്ത്തിയത്. സംസ്ഥാനത്തും പ്രൗഢഗംഭീരമായി റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. വിവിധ ജില്ലകളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി. ജീവൻ കുമാർ ചേരുകയാണ് വിശദാംശങ്ങളുമായി. ജീവൻ, വിവരങ്ങൾ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം പതാക ഉയർത്തിയതോടെയാണ് സംസ്ഥാനത്തെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾക്ക് ഔപചാരികമായി തുടക്കം കുറിക്കപ്പെട്ടത്. ദേശീയ പതാക ഉയർത്തിയതിന് തൊട്ടുപിന്നാലെ വ്യോമസേന ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി നടത്തി. കരസേന, വ്യോമസേന, അതോടൊപ്പം BSF, CRPF, പോലീസിൻ്റെ വിവിധ ബറ്റാലിയനുകൾ, ഫയർഫോഴ്സ്, വനം വകുപ്പ്, സ്കൗട്ട്, NCC അടക്കമുള്ള 23ഓളം പ്ലറ്റൂണുകളാണ് ഇന്നത്തെ മാർച്ച് പാസ്റ്റിൽ അണിനിരന്നത്. ഒപ്പം സ്റ്റേറ്റ് പോലീസിൻ്റെ ഡോഗ് സ്ക്വാഡും ബാൻഡ് വിഭാഗവും അശ്വാരൂഢ സേനയും ഈ മാർച്ച് പാസ്റ്റിൽ അണിനിരന്നു. വിവിധ സേനാവിഭാഗങ്ങളുടെ ശക്തി വിളിച്ചോതുന്നതായിരുന്നു റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾ. മുഖ്യമന്ത്രി പിണറായി വിജയന് കീഴിൽ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ മുന്നോട്ട് കുതിക്കുകയാണെന്ന് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ ഗവർണർ പി സദാശിവം പറഞ്ഞു. We also need to ask ourselves how we could afford to allow violent protest and frequent hartals that disrupt normal life and lower the image of our state. മുഖ്യമന്ത്രി പിണറായി വിജയൻ, വിവിധ സൈനിക ഉദ്യോഗസ്ഥർ, ഉയർന്ന IPS ഉദ്യോഗസ്ഥർ, ഉദ്യോഗസ്ഥ പ്രമാണിമാർ എന്നിവർ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്തു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സംസ്ഥാനത്തിൻ്റെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾ നടന്നത്. വിവിധ ജില്ലകളിൽ വിവിധ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി. കൊല്ലത്ത് J. മേഴ്സിക്കുട്ടിയമ്മയും, പത്തനംതിട്ടയിൽ കടകംപള്ളി സുരേന്ദ്രനും, കോട്ടയത്ത് K. കൃഷ്ണൻകുട്ടിയും, ആലപ്പുഴയിൽ G. സുധാകരനും, എറണാകുളത്ത് AC മൊയ്തീനും, പാലക്കാട് AK ബാലനും, കണ്ണൂരിൽ EP ജയരാജനും, കോഴിക്കോട് AK ശശീന്ദ്രനും, വയനാട് രാമേന്ദ്രൻ കടന്നപ്പള്ളിയും ദേശീയ പതാക ഉയർത്തി. ISRO മുൻ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണന് പത്മപുരസ്കാരത്തിനായി ശുപാർശ ചെയ്തത് BJP MPയും കേരളത്തിലെ NDA വൈസ് ചെയർമാനുമായ രാജീവ് ചന്ദ്രശേഖർ. കത്തിന്റെ വിശദാംശങ്ങൾ പീപ്പിൾ TVക്ക് ലഭിച്ചു. സെപ്റ്റംബർ 19-നാണ് രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്ര സർക്കാരിന് ശുപാർശ നൽകിയത്. നമ്പി നാരായണന് പത്മഭൂഷൺ നൽകിയതിനെതിരെ രംഗത്തെത്തിയ മുൻ DGPയും BJP സഹയാത്രികനുമായ സെൻകുമാർ ഇതോടെ വെട്ടിലായി. BJPക്കെതിരെയാണ് സെൻകുമാറിന്റെ നീക്കം. സന്തോഷ് സർലിംഗ് ചേരുകയാണ് വിവരങ്ങളുമായി. സന്തോഷ്, വിശദാംശങ്ങൾ. രാജ്യസഭയിൽ BJP MPയും കേരളത്തിലെ NDAയുടെ വൈസ് ചെയർമാനുമായ രാജീവ് ചന്ദ്രശേഖരാണ് നമ്പി നാരായണനു വേണ്ടി പത്മഭൂഷണ് നാമനിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. ഇത് സെൻകുമാറിനെ ഏറെ വെട്ടിലാക്കുന്നു. 2018 സെപ്റ്റംബർ 19-നാണ് രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശം നൽകിക്കൊണ്ടുള്ള കത്ത് പ്രധാനമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. ഈ സെപ്റ്റംബർ 14-നാണ് ഇദ്ദേഹത്തിന് നമ്പി നാരായണന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനായി സുപ്രീം കോടതി ഉത്തരവിടുന്നത്. അതിനുശേഷം നൽകിയ ഈ കത്തിൽ ISRO ചാരക്കേസിനെ തുടർന്നുള്ള നിയമ പോരാട്ടങ്ങളെ പ്രത്യേകം എടുത്തു പറയുന്നു.
പറയുന്നുണ്ട്. സുപ്രീം കോടതി 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ട കാര്യവും കത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം അറിയിച്ചുകൊണ്ടാണ് പത്മ പുരസ്കാരത്തിനായി ഇദ്ദേഹത്തെ രാജീവ് ചന്ദ്രശേഖരൻ തന്നെ കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. എന്തായാലും കത്ത് ലഭിച്ച കേന്ദ്ര സർക്കാർ ഇദ്ദേഹത്തെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. പിന്നീട് പത്മ പുരസ്കാരങ്ങളിൽ 3ാം സ്ഥാനത്തുള്ള പത്മഭൂഷൺ തന്നെ നമ്പിനാരായണന് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും കത്ത് പുറത്തു വന്നത് സെൻകുമാറിനെ ഏറെ വെട്ടിലാക്കി. സെൻകുമാറിന്റെ വാർത്താ സമ്മേളനം BJP കേന്ദ്ര നേതൃത്വത്തിനും കേന്ദ്ര സർക്കാരിനും എതിരായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കൊച്ചിയിലെത്തും. കൊച്ചിൻ റിഫൈനറിയിലെ നിരവധി പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4-ന് തൃശൂരിൽ യുവമോർച്ച സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുന്നു. സിബി, വിവരങ്ങൾ. ഈ മാസം 2ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ കേരളത്തിലെത്തുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കൊച്ചി നാവികസേനാ വിമാനത്താവളത്തിൽ എത്തുന്ന നരേന്ദ്രമോദി അവിടെ നിന്നും റോഡ് മാർഗം കൊച്ചിൻ റിഫൈനറിലെത്തും. കൊച്ചിൻ റിഫൈനറിയിൽ അദ്ദേഹം സന്ദർശനം നടത്തും. അതിനുശേഷം അവിടെ BPCLന്റെ വിവിധ പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പ്രധാനമായും പുതിയ പെട്രോ കെമിക്കൽ കോംപ്ലക്സിന്റെ ഉദ്ഘാടനവും BPCLന്റെ ഇന്റഗ്രേറ്റഡ് റിഫൈനറി എക്സ്പാൻഷൻ കോംപ്ലക്സും നാടിന് സമർപ്പിക്കും. അതോടൊപ്പം തന്നെ ഏറ്റുമാനൂർ സ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശിലാസ്ഥാപനവും LPG ബോട്ട്ലിംഗ് പ്ലാന്റിന്റെ സ്റ്റോറേജ് ഫെസിലിറ്റി ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. ഈ ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമാണ് ഇവിടെ ഈ വേദിയിലേക്ക് പ്രവേശനം ഉണ്ടാകുക. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLAമാർ അടക്കമുള്ളവർ ഈ ഒരു ചടങ്ങിൽ സാക്ഷ്യം വഹിക്കുകയും ചെയ്യും. അതിനുശേഷം വൈകിട്ട് 4 മണിക്ക് തൃശ്ശൂരിൽ യുവമോർച്ചയുടെ സംസ്ഥാന സമ്മേളനത്തിൽ നരേന്ദ്രമോദി സംസാരിക്കും. അദ്ദേഹം പങ്കെടുക്കും. ആ സമ്മേളനം അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുക. എന്തായാലും രാഷ്ട്രീയമായ ഒരു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ അതിന്റെ വാക്കുകൾ തന്നെയാകും എല്ലാവരും ഉറ്റുനോക്കുക. കാരണം നേരത്തെ കൊല്ലം പാലം ഉദ്ഘാടനത്തിനെത്തിയ അദ്ദേഹം അതിനുശേഷം നടന്ന BJPയുടെ പരിപാടിയിൽ സംസ്ഥാന സർക്കാരിനെതിരെയും പ്രത്യേകിച്ച് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമെതിരെ തന്നെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം വിമർശിച്ചിരുന്നു. ഇത്തരത്തിൽ ഇതിപ്പോൾ 2ാം തവണ കേരളത്തിലേക്ക് ഈ മാസം തന്നെ എത്തുമ്പോൾ അദ്ദേഹം വീണ്ടും ഇത്തരത്തിലൊരു പ്രസംഗം തന്നെയാകും നടത്തുക. പ്രധാനമായും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം BJPയുടെ കോർ കമ്മിറ്റി ചേർന്നപ്പോൾ തന്നെ എല്ലാം തന്നെയും BJPയിലെ ഭിന്നത മറന്നേക്ക് പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിൽ BJPക്കുണ്ടായ തിരിച്ചടിയും ഈ സമരം പരാജയമായിരുന്നുവെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ സമ്മതിക്കുന്ന ഒരു ഘട്ടവും, കൂടാതെ മുരളീധരൻ അടക്കമുള്ള ദേശീയ നേതാക്കൾ തന്നെ, ദേശീയ സമിതി അംഗങ്ങൾ തന്നെ ഈ സമരം അനാവശ്യമായിരുന്നു, പരിഹാസ്യമായിരുന്നു എന്നെല്ലാം തന്നെയും പ്രഖ്യാപിച്ചൊരു സാഹചര്യത്തിൽ നരേന്ദ്രമോദി എന്ത് പറയുന്നു എന്നുള്ളതാണ് പ്രത്യേകമായി കേൾക്കാൻ രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ ഉറ്റുനോക്കുന്നത്. എന്തായാലും നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സംസ്ഥാന യുവമോർച്ചയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അവിടെ സംസാരിക്കുകയും ചെയ്യും. അവിടെ അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോദി സംസാരിക്കുമ്പോൾ അത് ഏറ്റവും അധികം ശ്രദ്ധേയമായ ഒരു പ്രസംഗം കൂടിയാകും അവിടെ നടക്കാൻ പോവുക. BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻ പിള്ളയ്ക്കെതിരെ യുവമോർച്ചയിലും പടയൊരുക്കും. യുവമോർച്ച സംസ്ഥാന സമ്മേളന പൊതുയോഗത്തിൽ കടുത്ത വിമർശനമാണ് ശ്രീധരൻ പിള്ളയ്ക്കെതിരെ ഉയർന്നത്. കൂടുതൽ വിവരങ്ങളുമായി അഭിറാം ചേരുകയാണ്. അഭിറാം, വിശദാംശങ്ങൾ എന്താണ്? കഴിഞ്ഞ BJP കോർ കമ്മിറ്റിക്ക് പിന്നാലെ യുവമോർച്ച സംസ്ഥാന സമ്മേളനത്തിൽ ശ്രീധരൻപിള്ളയ്ക്കെതിരെ കടുത്ത വിമർശനമാണ് പ്രതിനിധികൾ ഉന്നയിച്ചത്. ശബരിമല സമരം പൂർണ്ണ പരാജയമായിരുന്നുവെന്നും ശബരിമല സമരം അണികൾക്കോ ജനങ്ങൾക്കോ ഇടയിൽ എത്തിക്കാൻ കഴിയാത്ത രീതിയിൽ BJP സമരപരാജയം നേരിട്ടുവെന്നും പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു. ഇത് കൂടാതെ ശബരിമല വിഷയം BJPക്ക് നല്ല രീതിയിൽ രാഷ്ട്രീയ മുന്നോട്ട് നടത്താൻ കഴിയുന്ന വിഷയമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഈ കാര്യത്തിൽ പൂർണ്ണമായി വിജയം നേടാൻ BJPക്ക് കഴിഞ്ഞില്ല എന്നും പ്രതിനിധികൾ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഹർത്താലിന് നടന്ന വ്യാപക ആക്രമണങ്ങൾ അണികൾ ജയിലിലാകാൻ ഹർത്താലിന് ആഹ്വാനം ചെയ്ത നേതാക്കൾ സുഖവാസത്തിലേക്ക് പോവുകയും ചെയ്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുവെന്നും പ്രതിനിധികൾ ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തു. കൂടാതെ തന്നെ നേതാക്കൾ കൂട്ടത്തോടെ ചാനൽ ചർച്ചയിലേക്ക് പോവുകയും അണികൾ കൂട്ടത്തോടെ കാരാഗ്രഹത്തിലേക്ക് പോവുകയും ചെയ്ത അവസ്ഥയിലേക്ക് BJPയുടെ ഹർത്താൽ സമരം മാറിയെന്നും പ്രതിനിധികൾ ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തു. ഇത് കൂടാതെ തന്നെ BJPയുടെ സംസ്ഥാന രാഷ്ട്രീയ ഗ്രൂപ്പിസ്റ്റിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത്. ഏതെങ്കിലും നേതാവിന്റെ പക്ഷത്തിൽ നിന്നില്ലെങ്കിൽ ആ സ്ഥാനം കിട്ടാത്തൊരവസ്ഥയിലേക്ക് BJPയുടെ സാധാരണക്കാരായ പ്രവർത്തകർ മാറിപ്പോകുന്നുവെന്നും ഈ പ്രവർത്തകർ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഇത് കൂടാതെ BJP രാഷ്ട്രീയത്തിലെ ജാതീയത കടുത്തതാണെന്നും ഇത് മാറ്റാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലെന്നും ചില പ്രവർത്തകർ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. K. സുരേന്ദ്രൻ ജയിലിലായപ്പോൾ അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ സഹായം ഒരുക്കാൻ കഴിയാതെ BJPക്ക് പോയിട്ടുണ്ട്. അതിന് പിന്നിൽ ഈ ജാതീയതയാണ്. ശരി, വ്യക്തമാണ്. അഭിറാമാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കേരളത്തിൽ ഹിന്ദുത്വ വോട്ട് ബാങ്ക് രൂപീകരിക്കുന്നതിനാണ് RSSും BJPയും ശ്രമിക്കുന്നതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. RSS കേരളത്തെ ലക്ഷ്യമിടുകയാണെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയായിരുന്നു. സാലി, എപ്പോഴായിരുന്നു യെച്ചൂരിയുടെ പ്രതികരണം? വിശദാംശങ്ങൾ എന്താണ്?
ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ പശ്ചാത്തലത്തിലാണ് CPM എറണാകുളം ജില്ലാ കമ്മിറ്റിയും EMS പഠന ഗവേഷണ കേന്ദ്രവും ചേർന്ന് ദ്വിദിന ജനകീയ ഉച്ചകോടി കൊച്ചിയിൽ സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഉദ്ഘാടന സെഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് സീതാറാം യെച്ചൂരി കൊച്ചിയിലെത്തിയത്. ഏതാണ്ട് 1.5 മണിക്കൂർ നേരം അദ്ദേഹം വിശദമായ സമീപകാല രാഷ്ട്രീയ, ദേശീയ, സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങൾ, സാർവദേശീയ വിഷയങ്ങളും ഒക്കെ സംസാരിച്ചു. അതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറഞ്ഞത് കേരളത്തെ ലക്ഷ്യമിടുകയാണ് RSSും സംഘപരിവാറും BJPയും. അതിന് കാരണം പ്രതിരോധത്തിന്റെ അവസാന തുരുത്തുപോലും ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അക്കാര്യത്തിൽ ജാഗ്രത വേണം എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. We also expect party, the country also expects that they will be making a major contribution for the left in the forthcoming elections. That we know, but our class enemies also know that. So that's why they will target Kerala. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സാമ്പത്തിക നയങ്ങൾക്കെതിരെയുള്ള വിമർശനമായിരുന്നു. ശതകോടീശ്വരന്മാരെ വളർത്തുകയാണ് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ഒരു ശതകോടീശ്വരന്റെ സമ്പത്ത് രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ പകുതിയിൽ അധികം വരുന്ന ജനവിഭാഗത്തിന്റെ സമ്പത്തിനേക്കാൾ വലുതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ജിയോയുമായി ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തത്. ഏതായാലും വലിയ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ജനകീയ ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. വിവിധ വിഷയങ്ങളെ അധികരിച്ച് പ്രമുഖർ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഡോക്ടർ മീര വേലായുധൻ, CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി എന്നിവരാണ് ഇന്ന് 2 സെഷനുകളിൽ പങ്കെടുത്തത്. നാളെ CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം S രാമേന്ദ്രൻ പിള്ള, ഒപ്പം തന്നെ CITUവിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തപൻ സെൻ തുടങ്ങിയവരും 2 സെഷനിൽ പങ്കെടുക്കുന്നുണ്ട്. നാളത്തെ സമാപനം വൈകിട്ട് 5 മണിക്ക് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 1000ഓളം പ്രതിനിധികളാണ് ഈ ദ്വിദിന ജനകീയ ഉച്ചകോടിയിൽ പങ്കാളികളാകുന്നത്. മേഘാലയയിലെ അനധികൃത ഖനിയിൽ അകപ്പെട്ട 15 തൊഴിലാളികളിൽ രണ്ടാമത്തെയാളുടെ മൃതദേഹം കണ്ടെത്തി. 280 അടി താഴെയായാണ് മൃതദേഹം കണ്ടെത്തിയത്. ജനുവരി 17 കണ്ടെത്തിയ മൃതദേഹം ഇന്നലെ പുറത്തെത്തിച്ചിരുന്നു. വിവരങ്ങളുമായി ശരത് ചേരുകയാണ്. ശരത്, വിശദാംശങ്ങൾ എന്താണ്? അപകടം നടന്ന് 40 ദിവസത്തോളം ആകുമ്പോഴാണ് ഖനി അപകടത്തിൽപ്പെട്ട 15 തൊഴിലാളികളിൽ രണ്ടാമത്തെയാളുടെ മൃതദേഹം കണ്ടെത്തുവാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചത്. റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ ഉപയോഗിച്ചുകൊണ്ട് നേവി ഡൈവർമാർ നടത്തിയ തെരച്ചിലിലാണ് 280 മീറ്റർ താഴെ മൃതദേഹമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഈ മൃതദേഹം പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ രക്ഷാപ്രവർത്തകർ ഊർജിതമാക്കിയിട്ടുണ്ട്. 15 ആളുകളും മരിച്ചു എന്നുള്ളത് നേരത്തെ തന്നെ രക്ഷാപ്രവർത്തകർ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒന്നാമത്തെയാളുടെ മൃതദേഹം 17-ാം തീയതി 200 മീറ്റർ താഴെ വെച്ച് കണ്ടെത്തുകയും ഇന്നലെ ആ മൃതദേഹം പുറത്തെത്തിക്കുകയും ചെയ്തു. മരണപ്പെട്ട ആ ഒന്നാമത്തെ വ്യക്തിയുടെ പേര് അമീർ ഹുസൈൻ എന്നാണെന്നും ഇയാൾ അസം സ്വദേശിയാണ് എന്നും ഭാര്യയും അതുപോലെ തന്നെ മാതാവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇന്ന് രണ്ടാമത്തെയാളുടെ മൃതദേഹവും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. ഏതായാലും ഡിസംബർ 13-ന് മേഘാലയയിലെ ഈസ്റ്റ് ജയന്തിയ ഹില്ലിലെ കൽക്കരി ഖനിയിൽ നടന്ന അപകടത്തിൽ 15 തൊഴിലാളികളാണ് പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ 15 തൊഴിലാളികളുടെയും മൃതദേഹം പുറത്തെത്തിക്കാനുള്ള തിരച്ചിൽ അവസാനിപ്പിക്കരുത് എന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്നു. അതിനാൽ തന്നെ വരും ദിവസങ്ങളിലും ഈ ഒരു പ്രവർത്തനം തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രധാനമായും മൃതദേഹങ്ങൾ പുറത്തെത്തിക്കുന്നതിൽ പ്രതിസന്ധിയായി നിൽക്കുന്നത് ഖനിയിലെ ജലനിരപ്പ് ഒട്ടും കുറയാത്തത് തന്നെയാണ്. കോടിക്കണക്കിന് ലിറ്റർ വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്താലും ഈ വെള്ളം അതേപോലെ തന്നെ ജലനിരപ്പ് താഴാത്ത ഒരു സാഹചര്യമുണ്ട്. അതുതന്നെയാണ് പ്രധാനമായും മൃതദേഹങ്ങൾ പുറത്തെത്തിക്കുന്നതിൽ വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.